ഇതിനായിട്ടൊരു പാൻ എടുക്കുക. പാൻ ചൂടാക്കിയിട്ടൊന്നും ഇല്ല. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 250 മില്ലിയുടെ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്കിതിലോട്ട് ഒരു തുള്ളി ഇത്രയും മതി വെനില എസൻസാണ് ചേർക്കുന്നുള്ളത്. ഇനി നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. കാൽ സ്പൂണിനും താഴെയാണ് ചേർക്കുക. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, എന്നാൽ നല്ല മധുരമല്ല, ഒരു മീഡിയം സൈസിലുള്ള മധുരമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതിനായിട്ട് ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നേരത്തെ ചേർത്തിട്ടുള്ള ഉപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത്രക്കുള്ള കഷ്ണങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ഇതേപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ആ പഞ്ചസാരയൊക്കെ അപ്പോഴത്തേക്കും ഇതിലേക്ക് അലിഞ്ഞ് ചേരും. ഈ ബട്ടർ ഒന്ന് മെൽറ്റാകുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടല്ലോ, ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് മൈദപ്പൊടിയാണ്. 200 ഗ്രാം മൈദയാണ് ചേർത്തിട്ടുള്ളത്. 250 കപ്പിന് വെള്ളമാണെങ്കിൽ 200 ഗ്രാം മാത്രം മൈദ എടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഈ മൈദപ്പൊടിയും ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നല്ലൊരു മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലവണ്ണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതിലോട്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കോഴിമുട്ടയും ഈ മാവൊക്കെ നല്ലവണ്ണം ഒന്ന് സൂട്ടായി കിട്ടുന്നത് വരെ മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ടൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് വരാം. ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് ഇത്രയും കട്ടിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കിയിട്ട് മാറ്റണം. ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറാണ്. ഇതേപോലത്തെ ബട്ടർ പേപ്പർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നോസിൽ ഇട്ടിരിക്കുന്നത് സ്റ്റാർ നോസിലാണ്. നോസിൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നോസിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് നീളത്തിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് വേണം അത്രയും നമുക്കിങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർ നോസിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ, അതായത് പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ ആക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം മൈദയല്ലേ, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഷേപ്പാക്കി എടുക്കണം. കത്തിയോ സ്പാച്ചിലോ വെച്ചിട്ടോ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ലോക്കാക്കി കൊടുത്താൽ അങ്ങനെ തന്നെ ഇരുന്നോളും. ഇതേപോലെ ഒന്ന് 2 സൈഡിലും ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഒട്ടിയിരുന്നോളും. ഇളകി വരാതെ രീതിയിൽ വേണം ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ട്. കണ്ടല്ലോ, അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ ചെയ്തിട്ട് വരാം. കൂടുതൽ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇതാ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം കൂടി അങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അല്പം ഓയിൽ മാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം. കൂടുതൽ ചൂടാവേണ്ട, തിളക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ബട്ടർ പേപ്പർ നീക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു സൈഡ് പൊരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു തീ കുറച്ചിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിം ആണെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന്
തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ഒരു ചെറിയ ബ്രഷിലോട്ട് അല്പം തേനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, തേൻ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി തേനായിട്ട്. ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. തേനാകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുക. അങ്ങനെ തേൻ തേച്ചതിന് ശേഷം ഒരല്പം കയ്യിലുണ്ടെങ്കിൽ പിസ്ത ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് മുകളിലോട്ടായിട്ട്. അപ്പോൾ നല്ലൊരു ലക്ഷറിയസ് ലുക്ക് കിട്ടും. നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടാൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു പേരും കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു സ്നാക്ക് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.